ഇന്നലത്തെ കളിയിൽ മറ്റേ ഈജിപ്തിന്റെ ഫൗള് എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. ആ വീഡിയോ കാണുന്ന ഏതൊരു കളി അറിയുന്ന ആൾക്കാർക്ക് അത് പറയണം, പ്രത്യേകിച്ച് പറയണം, കളി അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കുക അത് ഫൗളാണോ അല്ലയോ എന്ന്. അത് ഓൾറെഡി അത് ലെഫ്രി തേർഡ് എംപയർ ആയിട്ട് ഫുള്ള് അതൊക്കെ ഓൾറെഡി ഇതാക്കി ചെക്ക് ചെയ്തിട്ടാണ്. ഫസ്റ്റ് ബോളുമായിട്ട് ടച്ച് ഉണ്ടായിട്ടാണ്. ബോൾ ആദ്യം ടച്ച് ചെയ്തിട്ട് പന്ത് പോയി, കൺട്രോളിൽ നിന്ന് പോയി. ആ പോയിട്ട് പിന്നെ ഇനി കാലുവ തട്ടുന്നത് അത് ഫൗളാണെന്ന് പറയാം. പന്ത് അവന്റെ അടുത്തില്ല, ഉണ്ടെങ്കിലാണ് ഫൗൾ എന്ന് പറയാം. അല്ല ഈ പന്ത് പോയിന്റെ ശേഷം കാലുമ തട്ടിയ ഫൗള് തന്നെയാണ് നിൽക്കുക. അങ്ങനത്തെ വല്ലാത്ത കഥ തന്നെ ഇതൊക്കെ അവസ്ഥ. എന്നിട്ട് തിരിച്ച് അതും 79 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി 3 ഗോള് തിരിച്ചു വരുന്നത് 10 മിനിറ്റിന്റെ ഉള്ളിൽ, 12 മിനിറ്റിനുള്ളിലാണ് ഈ ഗോള് വരുന്നത്. ഈ 12-13 മിനിറ്റിനുള്ളിൽ 3 ഗോള് തിരിച്ചടിക്കാൻ തന്നെ അത് കളി തന്നെയാണ്. അത് അംഗീകരിക്കാൻ ഇപ്പൊ കൊണ്ട് പറ്റുന്നില്ലേ? മറ്റേ ടീമേര് തോറ്റു പോകില്ലേ? അത് കുറച്ച് കഷ്ടപ്പാട് ഞങ്ങൾക്ക് കിട്ടാത്തത് ഇവർക്ക് കൊണ്ട് കിട്ടരുത് എന്നുള്ള ചിന്തയാണ്. അതിന് പഴഞ്ചൊല്ലില്ലേ, കിട്ടാത്ത മുന്തിരി പുളിക്കുന്ന പോയ ചങ്ങായി അതൊരു നഷ്ടാട്ടോ. പൊക്കോ കളിഞ്ച് പൊക്കോ.